ഇസ്ലാമിന് വേണ്ടി സന്തോഷിക്കുകയും വേദനിക്കുകയും ചെയ്യുന്ന മനസ്സ് അതൊരാൾക്കുണ്ടായാൽ അതിനേക്കാൾ വലിയ സൗഭാഗ്യം വേറൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ പലതിനും വേണ്ടി സന്തോഷിക്കുന്നവരാണ്. നമ്മുടെ മക്കളുടെ ജീവിത സുഖങ്ങൾ, കുടുംബത്തിൻ്റെ സന്തോഷങ്ങളിൽ നമ്മൾ സന്തോഷിക്കും. പക്ഷെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഉള്ള നമ്മുടെ ദുഃഖവും സന്തോഷവും അത് വലിയൊരു സംഗതിയാണ്. മനഅതാലില്ല വമനഅലില്ല എന്ന് അഹബ്ബലില്ല വഅബ്ഗദലില്ല എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന വചനത്തിൽ പറയുന്ന, അള്ളാഹുവിന് വേണ്ടി അവൻ്റെ ദീനിന് വേണ്ടി സ്നേഹിക്കുന്ന, ദീനിന് വേണ്ടി വെറുക്കുന്ന, ദീനിന് വേണ്ടി കൊടുക്കുന്ന, ദീനിന് വേണ്ടി തടയുന്ന, എന്നിട്ട് പറയുന്നത് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അതാണ് ഈമാനിന്റെ പൂർണ്ണത. ഇതാണ് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കൂടിച്ചേരലിന്റെ ഒരു ആമുഖം എന്ന് തോന്നുന്നു. അബ്ദുൽ അസീസ് സാഹിബ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് ഞാനിതിങ്ങനെ സംസാരിക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടില്ല. മാത്രമല്ല, ഇത് അങ്ങനത്തെ ഒരു വിഷയവുമല്ല, അങ്ങനെ ഒരു നിശ്ചിത സമയം കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യമല്ല. ഞാനത് ഒഴിയുകയും ചെയ്തിരുന്നു. എനിക്കതൊരു വലിയ വിവരമില്ലാതെ ഞാൻ മൂപ്പരോട് പറഞ്ഞിരുന്നു. ഞാൻ ജില്ലാ പ്രസിഡന്റിനോട് ഏൽപ്പിക്കാൻ പറഞ്ഞു. അവർ രണ്ടുപേരും കൂടി അവസാനം കാർമ്മികത്വം വഹിച്ച് എന്നെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഒന്നാമത്തെ സംഗതി ഈ മനസ്സാണ്. രണ്ടാമത്തെ സംഗതി ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ പറ്റി അള്ളാഹു അശ്രദ്ധനല്ല. ലാ തഹ്സബന്ന അല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു സ്സാലിമൂൻ ഇന്നമാ നുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. ഈ വചനങ്ങളെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ബോധവും ബോധ്യവും ഉണ്ടാകണം. അള്ളാഹു സൃഷ്ടിച്ച് എവിടെയെങ്കിലും ഇരിക്കാനല്ലോ. അത് റസൂലിനോടാ പറയണം. പ്രവാചകൻ അങ്ങനെ ധരിച്ചിട്ടുമല്ല. റസൂലേ ലാ തഹ്സബന്ന അല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു സ്സാലിമൂൻ, അക്രമികളെ സംബന്ധിച്ച് നീ വിചാരിക്കരുത് അള്ളാഹു അശ്രദ്ധനാണ് എന്ന്. നമ്മളൊരു ടൈം അവർക്ക് കൊടുക്കുകയാണ്. വേറൊരു ഭാഷ പറഞ്ഞ അവരെ ലാസ്റ്റ് കൊടുക്കാനുള്ള ഒരു വഴിയിലേക്ക് അവരെ വിടുകയാണ്. ഇത് അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു നല്ല വിചാരം ആണ് യഥാർത്ഥത്തിൽ വിശ്വാസിക്ക് ഇതിലൂടെ ഉണ്ടായിത്തീരുന്നത്. മൂന്നാമത്തെ സംഗതിയായി ഇതിന്റെ ഒരു ആമുഖമായി എനിക്ക് പറയാനുള്ളത്, ഈ പ്രപഞ്ചം ചില വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് ചലിക്കുന്നത്. ഞാനിതിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകും. അതിന് ഖുർആൻ ഉപയോഗിക്കുന്ന പദം എന്ന് പറയുന്നത് സുന്നത്തുല്ലാഹ് എന്നുള്ള പദമാണ് ഖുർആൻ ഉപയോഗിക്കുന്നത്. അത് ഇടക്കിടക്ക് നിങ്ങൾ പരിശോധിച്ചാൽ സുന്നത്ത മൻ ഖദ് അർസൽനാ മിൻ ഖബ്ലിക് വലൻ തജിദ ലിസുന്നതിനാ തഹ്വീല. ഞാൻ നേരത്തെ ഓതി വെച്ച വചനങ്ങളുടെ തൊട്ടു മുമ്പായി ഖുർആൻ പറയുന്ന ഒരു വാക്കാണ്. സത്യവിശ്വ നിഷേധികൾ താങ്കൾ എങ്ങനെ വല്ലാതെ അറ്റാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അവർ വല്ലാതെ താങ്കളിട്ട് ഇളക്കി ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കും. അതിനുപയോഗിച്ച പദമാണ് ഖുർആൻ ഉപയോഗിച്ച പദം. വല്ലാത്തൊരു പദ, അത്യപൂർവമായിട്ട് നമുക്ക് കാണാൻ. എന്ന് പറഞ്ഞാൽ ഒരാളെ പ്രകോപിച്ച് പരമാവധി അവനെ അസ്വസ്ഥപ്പെടുത്തുക എന്നാണ് ഈ ഇസ്തിഫ്സാസ് എന്ന് പറയാം. അപ്പോൾ ഒരു പ്രവാചകനാണ് എന്ന് വിചാരിച്ച് ഇതൊന്നും നേരിടേണ്ടി വരില്ല എന്ന് താങ്കൾ വിചാരിക്കരുത്. അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടെന്ന് കരുതി താങ്കളുടെ മാക്സിമം താങ്കളെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കും ഞാൻ. താങ്കളുടെ അവസാന ആയുധവും താങ്കൾ എടുക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കും. ഒരു കവി പറഞ്ഞിട്ടുണ്ട്,
വല്ല ഒരു പ്രത്യേക രീതിയിൽ കവി പറഞ്ഞു പിന്നെ എന്റെ കയ്യിൽ ഇദാ ലം യകുൻ ഇല്ലൽ അസിന്നത മർകബു ഫമാ ഹീലത്തുൽ മുൽതറി ഇല്ലാ റകൂബുഹ. മർദ്ദിതന്റെ അവസാന ആയുധം കുന്തത്തിന്റെ മുനയാണെങ്കിൽ ഒരു യാത്രക്കാരന് യാത്ര ചെയ്യാൻ വേറൊന്നുമില്ല, അവന്റെ കയ്യിൽ കുന്തമാണുള്ളത്. ആ കുന്തമാണെങ്കിൽ ഇദൻ ലം യകുൻ ഇല്ലൽ അസിന്നത മർകബു ഫമാ ഹീലത്തുൽ മുൽതറി ഇല്ലാ റകൂബുഹ. മർദ്ദിതൻ, നിർബന്ധിതൻ ആ കുന്തമുന നെഞ്ചിലേക്ക് കുത്തി ഭൂമിയിൽ വെച്ച് അവൻ അതിൽ സഞ്ചരിക്കേണ്ടി വരും എന്ന് പറയണ്ടായി. ശരിക്കും പ്രവാചകന്മാർ അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് ചരിത്രത്തിൽ അവർ നേരിട്ടത്. അത് ഖുർആൻ ഉപയോഗിച്ച പദം. അങ്ങനെ നിരാശയുടെ പടുകുഴിയിൽ അവർ എത്തിയോ എന്ന് ആശങ്കിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഇസു എന്നല്ല പറ, നിരാശയെ ഇങ്ങനെ തേടുന്ന ഒരവസ്ഥ വന്നു. പ്രതീക്ഷയുടെ എല്ലാ സാഹചര്യവും അവരുടെ മുമ്പിൽ ഇരുട്ട് പരക്കുന്ന രീതിയിൽ അവർക്ക് അനുഭവിക്കേണ്ടി വരിക. വവന്നു, അങ്ങനെ അവർ കരുതിപ്പോയി. അപ്പൊ അവർ പറഞ്ഞു മതാ നസ്റുല്ലാ, എപ്പോഴാണ് സഹായം വരിക? അപ്പൊ ഇതിനെപ്പറ്റിയാണ് ഖുർആൻ പറഞ്ഞത്, സുന്നത മൻ ഖദ് അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ വലൻ തജിദ ലിസുന്നതിനാ തഹ്വീലാ. വളരെ മനോഹരമായ രീതിയിലാണ് പ്രവാചകനെ, ഇത് നടപടിക്രമമാണ്, താങ്കൾ അതിലൂടെ സഞ്ചരിക്കേണ്ടി വരും. അഫ്ദലുർ റസൂലാണ്, അന്ത്യപ്രവാചകനാണ്, എന്റെ പ്രിയപ്പെട്ട ആളാണെന്ന് കരുതി ഈ വഴി താങ്കൾക്ക് ഞാൻ ഒഴിവാക്കി തരൂല. സുന്നത മൻ ഖദ് അർസൽനാ, 1.25 ലക്ഷം പ്രവാചകന്മാർ സഞ്ചരിച്ച വഴിയാണ് എന്ന് മാത്രമല്ല, വലൻ തജിദ ലിസുന്നതിനാ തഹ്വീല. ലൻ എന്ന വാക്കാണ് അറബിയിൽ ഉപയോഗിച്ചത്. നിങ്ങൾ അറബി പഠിക്കുന്നവരാണെങ്കിൽ ഖുർആനിനെ ട്രാൻസ്ലേഷൻ അപ്പുറം വായിക്കാൻ നമുക്ക് കഴിയണം. ഒരിക്കലും ഈ വഴിയിൽ വല്ല മാറ്റം ഉണ്ടാകും, താങ്കൾ ദുആ ചെയ്ത് ഈ വഴി മാറ്റി തരുമെന്ന് വിചാരിക്കരുത്. അങ്ങനെ ഉണ്ടാവില്ല. എന്നിട്ട് പരിഹാരം എന്താ പറയണത്? ആത്മവിശ്വാസത്തിന് വേണ്ടി പറയുന്ന പരിഹാരം, 5 നേരം മനസാന്നിധ്യത്തോടുകൂടി നമസ്കരിക്കുക. സുബഹി നിസ്കാരം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്ന ഖുർആൻ സുബഹിക്ക് ഖുർആൻ ദീർഘമായി ഓതുന്നതാണല്ലോ, മാലാഖമാർ അത് കേൾക്കാൻ പള്ളിയിൽ ഇങ്ങനെ ഉണ്ടാവും, അതും മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിജയത്തിലേക്ക് വരുന്ന ആ വചനങ്ങൾ അവസാനം നമസ്കാരത്തിൽ നിന്ന് തുടങ്ങി അധികാരത്തിലേക്ക് എത്തുന്ന വളരെ മനോഹരമായ വചനങ്ങളാണ്. അപ്പൊ എല്ലാത്തിന്റെയും കേന്ദ്രബിന്ദുവും ആരംഭവും പ്രതീക്ഷയുടെ ആദ്യത്തെയും അവസാനത്തെയും കണിക നമസ്കാരമാണെന്ന് ഓർക്കരുത്. യുദ്ധമല്ല, ശരിക്കും പറയേണ്ടത് അങ്ങനെയല്ല. വാളിന് നല്ല മൂർച്ച കൂട്ടി ആയുധങ്ങളൊക്കെ ശേഖരിച്ച് പരമാവധി ആളുകളെ സ്ട്രാറ്റജിക്കലായി നേരിടുക എന്നാണ് ആദ്യം പറയേണ്ടത്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം സഹായവും വിജയവും ഒക്കെ നമ്മുടെ കാരുണ്യമാണ്. ഇതൊക്കെ ഉണ്ടായെന്ന് വെച്ച് നടന്നോണമെന്നില്ല. അത് ഞാനും നീയുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് നിൽക്കുക. അപ്പൊ ഇതാണ് മൂന്നാമത് പറയാൻ. നാലാമത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ പ്രപഞ്ചത്തിലെ ഈ അള്ളാഹുവിന്റെ ഈ നടപടിക്രമങ്ങളെ പറ്റി അള്ളാഹു 4-5 തത്വങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വിഷയത്തിന്റെ തലത്തിലേക്ക് കടക്കാം. അത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒന്നാമത്, ഈ പ്രപഞ്ചം നിലകൊള്ളുന്നത് പരീക്ഷണം, ശുദ്ധീകരണം എന്ന 2 മാനദണ്ഡത്തിലാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. ശുദ്ധീകരിച്ചുകൊണ്ട് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുക, പരീക്ഷിക്കുക. അതുകൊണ്ടാണ് വിശ്വാസികളോട് കൂടുതൽ പറയുന്നത്, നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കരുത്. ശരിക്കും പറഞ്ഞാൽ കാഫിരീങ്ങളോട് പറയേണ്ട വർത്താനാണ്. നിങ്ങൾ സ്വർഗത്തിൽ കിടക്കാമെന്ന് വിചാരിക്കാമോ വിശ്വസിക്കാതെ എന്നാണ് പറയേണ്ടത്. പക്ഷെ ആ പറയുന്നത് വിശ്വാസികളോടാണ് പറയണം. അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ കിടക്കാമെന്ന് വിചാരിക്കാമോ? അപ്പൊ സ്വാഭാവികം നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ വന്നു കുടിക്കും എന്ന് വിചാരിക്കും. അപ്പൊ പരീക്ഷണം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു നിലവാരം അനുസരിച്ചാണ് പരീക്ഷിക്കപ്പെടുക. ക്വാളിറ്റി കൂടിയവർ കൂടുതൽ പരീക്ഷിക്കപ്പെടും, ക്വാളിറ്റി കുറഞ്ഞവർ വളരെ കുറച്ചുണ്ടാവുള്ളൂ. ഒട്ടും പരീക്ഷണത്തിന് വിധേയല്ലെങ്കിൽ നമ്മൾ പേടിക്കണം. നമ്മുടെ നിലവാരം അത്രയും താഴെയാണോ അല്ലേ എന്ന് നമ്മൾ ഭയപ്പെടുന്നു. സഹാബത്ത് അങ്ങനെ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് അത് സുന്നത്തുൽ ഇബ്തിലാ എന്നാണ് പറയുന്നത്.
അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് ഈ പ്രാപഞ്ചിക നടപടിക്രമങ്ങളിലെ വളരെ മൗലികമായ ഒരു ആശയം. രണ്ടാമത്തേത്, അള്ളാഹു എല്ലാവർക്കും അവസരം കൊടുക്കും. അതിന് സുന്നത്തും തദാവും എന്നാ പറയാം. ഒരു പോരാട്ടത്തിൽ എപ്പോഴും സത്യവിശ്വാസികൾക്ക് മാത്രമല്ല വിജയം നൽകുന്നത്. അത് നമ്മൾ ചിന്തിച്ചാൽ മതി. ഇപ്പൊ ബദറിൽ യഥാർത്ഥത്തിൽ പരാജയപ്പെടുമെന്ന് തോന്നിയ ബദറിൽ വിജയിക്കുമെന്ന് തോന്നിയ ഓരോ പരാജയപ്പെടും. രണ്ടിലും റസൂൽ ഉണ്ടായി. അപ്പൊ റസൂൽ ഉണ്ടായി എന്നതുകൊണ്ട് അത് വിജയത്തിന്റെ മാനദണ്ഡമല്ല. ആള് കൂടി എന്നതുകൊണ്ട് വിജയിച്ചോണമെന്നില്ല. ഒരു ചെറിയ തെറ്റിന് പ്രത്യക്ഷത്തിൽ ഒരു മോറലി അവർ നേരിട്ട ആ തെറ്റിന്റെ ശിക്ഷ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും അള്ളാഹു അത് കണിശമായി കൈകാര്യം ചെയ്തു എന്നാണ്. നമ്മൾ വരട്ടെ, നമ്മൾ കൈകാര്യം ചെയ്തേക്കാന്നാണ് ഉഹദി പറഞ്ഞത്. ആദ്യത്തിൽ ബദറിലോ അങ്ങേയറ്റം പ്രാർത്ഥനയുടെ ആഴങ്ങളിൽ നിന്നാണ് ബദറിലേക്ക് പോയത്. ഉഹദിലേക്ക് പോയ മനസ്സിൽ നിന്ന് വരട്ടെ, നമ്മൾ നോക്കിയേക്കാന്നുള്ള മനസ്സാണ്. അപ്പൊ ആ മനസ്സല്ലാഹു തിരുത്തി കൊടുത്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രപഞ്ചത്തിൽ സത്യനിഷേധികൾക്കും സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്നത് പോലെ നൽകുന്നത് പോലെ ലഭ്യമാകുന്നത് പോലെ അവസരങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കും പങ്ക്. നമ്മൾ മറുപടി ഓപ്പോസിറ്റ് ഇങ്ങനെ അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് രക്തസാക്ഷിത്വത്തെ അള്ളാഹു വിജയം പോലെയാണ് കണക്കാക്കിയത്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇസ്രായേലിന്റെ ഒരു അറ്റാക്കിന്റെ രീതി എന്ന് പറയുന്നത് തീയാലാന്ന് പറയാറുണ്ട്. വ്യക്തികളെ ടോപ്പേഴ്സിനെ കൊന്നുകൊണ്ട് വിജയിക്കുക എന്നുള്ളത് ചരിത്രത്തിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ വിഷം കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് രക്തസാക്ഷിയായിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ രക്തസാക്ഷിയായിരുന്നു. അലി ബിൻ അബി താലിബ് രക്തസാക്ഷിയാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഒരു പരാജയമാണ്. 4 ഖലീഫമാരിൽ 3 പേരെയും കൊല്ലായിരുന്നു. ഈ 3 പേരിൽ 2 പേരുടെ കൊലക്ക് സത്യനിഷേധികൾക്ക് പങ്കുണ്ടെന്നാ മനസ്സിലാകും. ഉമർ ഇബ്നു ഖത്താബിന്റെ എന്തായാലും സാധ്യതയുണ്ട്. കാരണം ഒരു മുസ്ലിം വേഷത്തിലും കോലത്തിലും വന്നുകൊണ്ട് ഒരു കാഫിറാണ് പോകുന്നത്. അതിന്റെ ചുരുളു ഇന്ന് വരെ അഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന ഒരു രാഷ്ട്രത്തിലെ, ഈ പ്രപഞ്ചത്തിലെ തന്നെ പ്രവാചകന്മാർക്ക് ശേഷം ഏറ്റവും ഉയർന്ന ഒരു നീതിമാൻ ഒരു സുബ്ഹി നമസ്കാരത്തിന് വളരെ കൂളായി കൊല്ലപ്പെടുക നടന്ന സംഭവിച്ചു. അപ്പൊ അത് അല്ലാഹുവിന്റെ ഒരു പ്രപഞ്ച നിയമമാണ് രക്തസാക്ഷികളെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത്. അപ്പൊ സത്യനിഷേധികൾ നമ്മളെ കൊല്ലുന്നതിലൂടെ വിജയം ആഘോഷിക്കും. വിശ്വാസികൾ യഥാർത്ഥത്തിൽ വിജയം നേടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഖുർആൻ 2 സ്ഥലത്ത് നിങ്ങളുടെ വിചാരം മാറ്റണം എന്ന ശൈലിയിലാണ് പറഞ്ഞത്. ലാ തഹ്സബന്നല്ലാഹ വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത്. റസൂലേ, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ മരിച്ചുപോയവരല്ല, ബൽ അഹ്യാഉൻ എന്ന് പറഞ്ഞിട്ട് ഒരു നെഗറ്റീവും പറഞ്ഞു, പിന്നെ പോസിറ്റീവും പറഞ്ഞു. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് എന്ന് മാത്രമല്ല, അവർ ജീവിച്ചിരിക്കുന്നവരെ പോലെയാണ് എന്നാണ് വിചാരിക്കേണ്ടത്. ബൽ അഹ്യാഉൻ എന്ന് മാത്രമല്ല, അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ സാധാരണ മരിച്ചുപോയവരുടെ ഒരു അവസ്ഥയല്ല അവർക്കുള്ളത്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയണവരും ഈ ന്യായം വെച്ച് പറയാറുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. ജാഫർ ഇബ്നു അബി താലിബ് രക്തസാക്ഷിയായപ്പോൾ റസൂല് ജാഫറിനെ അള്ളാഹു കാണിച്ചു കൊടുത്ത ആ രംഗവും സന്തോഷവും പങ്കുവെക്കേണ്ടത്. കാരണം ജാഫർ ഇബ്നു അബി താലിബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മോഡലായി. അതേ ഒരു പ്രകൃതം, രീതി, ക്വാളിറ്റി, അതൊക്കെ ആ ഒരു കണ്ടീഷനിലായി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന സുന്നത്തു തദാവുർ എന്ന് പറയുന്ന സംഗതി. മറ്റൊന്ന്, ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അധികാരം നൽകുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. അത് വാഗ്ദാനമായി വിശ്വാസികൾക്ക് ലോകാവസാനം വരെ വെച്ചിരിക്കുന്നതാണ്. അധികാരം നൽകുക, തൻകീൻ എന്നാണ് പറയുന്നത്. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്. അപ്പോ മതവും അധികാരവും ചേർത്ത് പറഞ്ഞിരിക്കുന്നു. മതരാഷ്ട്രവാദം പറയേണ്ടതില്ല, പക്ഷെ അതൊരു മതരാഷ്ട്രവാദമാണ്. മതരാഷ്ട്രം തന്നെയാണ്. കാരണം ഇത് വെറുതെ അല്ല, വാഗ്ദാനമാണ്. അത് അള്ളാഹു ഒരു വാഗ്ദാനം ചെയ്ത് നടന്നിരിക്കും. ചിലപ്പോൾ നൂറ്റാണ്ടുകളിലായിരിക്കും, ചിലപ്പോൾ 2 നൂറ്റാണ്ടിലായിരിക്കും. പക്ഷെ അതിന്റെ ക്വാളിറ്റി പറയുന്നുണ്ട്. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത് ലാ യസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്. ല ഉറപ്പിച്ച പറഞ്ഞു, ഖിലാഫത്ത് ഞാൻ നൽകും, മുമ്പ് നൽകി. കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും. അവരുടെ ദീൻ അല്ലാഹു സ്ഥാപിച്ചു കൊടുക്കും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അമ്നാ.
ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫോബിയ, പേടിയാണല്ലോ നമ്മുടെയൊക്കെ ഒരു അസ്വസ്ഥ. നമ്മളെ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക, വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചരിത്രത്തിൽ ഒരു നൂറ്റാണ്ടിനടുത്ത് ഈ സാമ്രാജ്യത്തിൽ ഏതാണ്ട് ഒരു 10-70 കൊല്ലം 50 കൊല്ലം അയച്ചപ്പോ അമേരിക്കയെ സംബന്ധിച്ച് പറയുമ്പോഴും ബ്രിട്ടനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു നൂറ്റാണ്ടിനടുത്ത് ഇവരിങ്ങനെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അറ്റാക്ക് ചെയ്യുന്നു, അവർ കയറി ഹെഡ് ചെയ്യുന്നു, പേടിപ്പിക്കാൻ. ഇസ്രായേലിന്റെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇറാന്റെ അറ്റാക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ ആദ്യം പോയി അടിച്ചവരുടെ പേടിപ്പിക്കാണ്. ശരിക്കും പറഞ്ഞാൽ 10 മണിക്കൂറിലേക്ക് അത് സ്തബ്ധരായി. ഇതുപോലെ തന്നെ ഗസയിൽ ഒരു 10-200 ഫ്ലൈറ്റ് ഉണ്ട് ഞങ്ങളുടെ അടിക്കുക. അപ്പൊ ആ ഭീതി ലോകത്ത് പെടുത്തുക. പക്ഷെ ഇറാനികൾ ഇത് പ്രതീക്ഷിച്ചിരിക്കുന്നതായതുകൊണ്ട് അവരേതാണ്ട് ഒരു 10, 30, 40 വർഷമായി അങ്ങനെ വരും എന്നുള്ളതും അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തമായ, സൂക്ഷ്മമായ, കൃത്യമായ സംഗതി അവരുടെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് അതിനേക്കാൾ ഒരു 7 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചടിച്ചു. ആദ്യം അവർ വിട്ടത് എന്താണെന്ന് വെച്ചാൽ മിസൈലുകൾക്ക് മുമ്പ് മുസയ്യറാത്താണ് വിട്ടത്, ഡ്രോൺ ആണ്. ആ ഡ്രോൺ ഏതാണ്ട് എല്ലാവരും അടിച്ചിട്ട് പിന്നെ അതിനുശേഷം ഒരു 10, 30, 40 മിസൈലുകളാണ് വിട്ടത്. അത് അവർ അത്രയും പ്രതീക്ഷിച്ചില്ല. അത് തലങ്ങും വലങ്ങും അടിച്ചു മാത്രമുള്ള 30 എണ്ണം എന്നാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, 40,000 ഫ്ളാറ്റുകളാണ് തകർക്കപ്പെട്ടിട്ടുള്ളത്. 40,000-ത്തിലധികം ലക്ഷക്കണക്കിന് മനുഷ്യർ വഴിയാധാരായിരിക്കാം. ഇപ്പൊ ഇങ്ങനെ ഇരപ്പാളികളെ പോലെ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ഇന്നലെ കേൾക്കുന്നത്. കാരണം സന്നദ്ധ സംഘടനകൾ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് കിടപ്പാടത്തിന് വേണ്ടി മിസൈലുകളിൽ. ഇതുപോലെ തന്നെയായിരുന്നു ഗസയിലുണ്ടായിരുന്നത്. അറ്റാക്ക് നടത്തി വൺവേ തകർത്ത് തെരിപ്പണമാകും എന്ന് വിചാരിച്ചപ്പോൾ ഏതാണ്ട് 40 വർഷമായി ഒരു 40,000 വരുന്ന ടീമിനെ ഹമാസും കൂട്ടരും റെഡിയാക്കി നിർത്തിയേക്കാം. ഏതാണ്ട് 1985 ശേഷം 88 ശേഷം തുടങ്ങിയ അവരുടെ തയ്യാറെടുപ്പ് ഇങ്ങനെ ഒരു പോരാട്ടം, തൂഫാനുൽ അഖ്സ. അതിനു മുമ്പായിട്ട് സൈഫുൽ ഖുദ്സ് എന്ന പേര് കൊടുത്തു. ആ തൂഫാനുൽ അഖ്സയ്ക്ക് വേണ്ടി 35 വർഷമായി 40,000, 25,000 മുതൽ 40,000 ചെറുപ്പക്കാരെ സെലക്ട് ചെയ്യുന്ന വെറുതെ അല്ല, അതിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. വളരെ സൂക്ഷ്മമായി ഭൂമിയുടെ ഓരോ തരി മണ്ണും അവർ പഠിച്ചേക്കാം. ഇതുവരെ ഇല്ലാത്ത, ഒരുപക്ഷെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ സ്വീകരിച്ചതിനേക്കാൾ ശാസ്ത്രീയമായ തുരങ്കങ്ങൾ സൃഷ്ടിക്കുക എന്ന് മാത്രമല്ല, വെള്ളം ഇതിലേക്ക് കടന്നാൽ എന്ത് ചെയ്യണം എന്നും സയന്റിഫിക്കലി അവർ പഠിച്ചിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ആയിരുന്നു ഗസ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതിൽ ഹാഫിദീങ്ങളുണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഒരുപാട് പേർ, 3-1 പേർ ഹാഫിദീങ്ങളാണ്. ഇതിലൊരാൾ പറയുന്നത്, ഞാൻ 21 വർഷമായിട്ട് തുരങ്കത്തിലാണ്. ലോകത്തെ വിശ്വവിഖ്യാതനായ ഒരു സിറിയൻ ഖത്തീബ് പറയുന്നത്, മുഹമ്മദ് അൽ ഹസനാത്ത് എന്ന് പറയും, അദ്ദേഹം വികാരത്തോടുകൂടി പ്രസംഗിക്കണം. അദ്ദേഹം പറയാൻ ഒരിക്കൽ ഞാനൊരു യുവാവിനെ കണ്ടു, അവന്റെ ശരീരം ഇങ്ങനെ കുനിഞ്ഞിരിക്കാൻ, അവന് കൂന് ബാധിച്ചിരിക്കുന്നു. ചോദിച്ചു, മോനെ എന്താണ് കൂന് ബാധിച്ചതെന്ന് ചോദിച്ചപ്പോൾ, 21 വർഷമായി ഞാൻ ഭൂമിയിലേക്ക് വല്ലാതെ ഇറങ്ങിയിട്ടില്ല. തുരങ്കം നിർമ്മിക്കലാണ് എന്റെ പണി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആർക്ക് വേണ്ടി? ഒരു ശത്രുവിന് വേണ്ടി ഒരു അന്തിമ പോരാട്ടം ഉണ്ടാകും. അവരുടെ നേതാവ് പറഞ്ഞിരിക്കുന്നു, 100 വർഷം ഇതിന് ആയുസുള്ളൂ. ഏതാണ്ട് 1948 സ്ഥാപിതമായി, 2048. പക്ഷെ അതിന്റെ പ്രവർത്തനം 1910 മുതൽ സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ എന്റെ ഖിലാഫത്ത് അദ്ദേഹത്തെ നിഷ്കാസിതനാക്കുന്ന 1909-ലാണ്. 1880 ലാസ്റ്റ് മുതൽ പ്രവർത്തനം തുടങ്ങി. തിയോഡർ ഹെർസൽ എന്ന വ്യക്തി ആണ് അതിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹം 1909 മരണപ്പെടുകയും ചെയ്തത്. ഏതാണ്ട് 1920-കൾക്ക് ശേഷമാണ് ഈ ഖുദ്സിലേക്കുള്ള പ്രയാണം ശക്തിപ്പെടുന്നത്. ഏത്? സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ മരിക്കുന്നത് വരെ. അതിനു മുമ്പൊന്നും അതിലേക്ക് കടന്നിട്ടില്ല. അപ്പൊ അവര് പറയുന്നത്, ഇവരുടെ ഒരു കാഴ്ചപ്പാടിൽ 28ഓടുകൂടി ഈ സാധനം ഇല്ലാതാകുമെന്നാ പറയണം. പക്ഷെ നമ്മൾ കാലഘട്ടങ്ങൾ കാണേണ്ടതില്ല. പക്ഷേ 25,000 മുതൽ 40,000 വരെ വരുന്ന ഒരു സംഘം ഇസ്ലാമിന് വേണ്ടി ഇത്ര ശക്തമായി കണിശമായി അവർ പോരാടാൻ അള്ളാഹുവിന്റെ പേരിൽ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ ലബനാനിൽ വെച്ച് അവരുടെ വാർത്താ മീഡിയക്ക് നേതൃത്വം കൊടുക്കുന്ന
അഹമ്മദ് അൽ ഹംദാൻ എന്നാണ് പേര്, ഉസാം അൽ ഹംദാൻ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആരോടാണ് കളിക്കണം എന്ന് ഓർക്കണം. ഞങ്ങൾ അവസാനം ഈ പോരാട്ടത്തിന് മുമ്പ് തുഫാൻ അൽ അഖ്സ എന്ന് പറയുന്ന ഈ 7ന്റെ പോരാട്ടത്തിന് മുമ്പ് 1500 പേരെയാണ് ഇതിന്റെ ഫസ്റ്റ് റൗണ്ടിൽ ഞങ്ങൾ പ്രാക്ടീസിന് വേണ്ടി തെരഞ്ഞെടുത്തത്. എന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് പിരിയാം. എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾ ഒന്നല്ലെങ്കിൽ രക്തസാക്ഷിയായേക്കാം, ആ ഒരു പക്ഷേ അള്ളാഹു വിചാരിച്ചാൽ തിരിച്ചു വന്നേക്കാം. ചിലപ്പോൾ ശത്രുവിന്റെ കൂടാരത്തിൽ നിങ്ങൾ പിടിക്കപ്പെട്ടേക്കാം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതിൽ നിന്ന് പിരിഞ്ഞു പോകാം. അദ്ദേഹം അൽഹംദുലില്ലാ ഒരു കുട്ടി പോലും ആ 1500 പേരുടെ സംഘത്തിൽ നിന്ന് അള്ളാഹുവാണ് സാക്ഷി നിർത്തിക്കൊണ്ട് പറയാൻ, ഒരു കുട്ടി പോലും പിരിഞ്ഞു പോയില്ല എന്ന് മാത്രമല്ല, അവർ ശപഥം ചെയ്തു, ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ രഹസ്യമാണിത് മിനിഞ്ഞാന്ന് നമ്മൾ കണ്ടത്. ഏതാണ്ട് 10 മുതൽ 20 പേർ അടങ്ങുന്ന ലോകത്തെ ഇസ്രയേൽ ടീം എന്ന് പറയുന്ന അവർ കാണുന്ന ഏറ്റവും സുരക്ഷിതമായ വാഹനം എന്ന് പറയുന്നത് മെർക്കാഫയാണ്. ഭൂമിയിലെ ഏറ്റവും ശക്തമായ വാഹനം എന്നാണ് പറയുന്നത്. അത്ര ഉരുക്ക് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചിരിക്കുക. അതങ്ങനെ സാധാരണ ബോംബ് കൊണ്ട് തകർക്കാൻ കഴിയില്ല. ഇവരുടെ കയ്യിൽ എന്തൊക്കെ ബോംബിടുമ്പോൾ മനസ്സിലാക്കി അതിനേക്കാൾ ശക്തമായ വാഹനമാണ് അവർ റെഡിയാക്കി നിർത്തിയിട്ടുള്ളത്, അവരുടെ ടാങ്കാണ്. പക്ഷെ അവർ ഈ പറയുന്ന അൽ യാസീൻ 105 എന്ന് പറയുന്ന ആയുധത്തെ സംബന്ധിച്ച് ഇസ്രയേലിന് അറിയില്ലായിരുന്നു. ഹമാസിന്റെ സ്ഥാപകൻ അഹമ്മദ് യാസീന്റെ പേരിൽ യാസീൻ 105 എന്ന പേരിൽ ഒരു കൊച്ചുകുട്ടിക്ക്, ഏത് കുട്ടിക്ക്, ഒരു 15 വയസ്സ് മുതൽ മുകളിലേക്കുള്ള ഏത് കുട്ടിയുടെയും തോളിൽ വെച്ച് പോകാവുന്ന നിസാര ഡോളറുകൾ വില വരുന്ന, അത് തന്നെയും ഇസ്രയേലിൽ നിന്ന് വരുന്ന ബോംബുകളുടെ വേസ്റ്റുകൾ ഉപയോഗപ്പെടുത്തി ഉണ്ടാക്കുന്ന ഈ സാധനം നിങ്ങൾ മനസ്സിലാക്കണം, വലിയ കമ്പനികളാണ് ഈ തുരങ്കത്തിന്റെ ഉള്ളിലുള്ളത് എന്നാണ്. ഈ 35 വർഷം കൊണ്ട് ആയുധങ്ങൾ അവരുണ്ടാക്കുന്നു. ഒരു ടീം തുരങ്കം നിർമ്മിക്കുന്നു, മറ്റൊരു ടീം ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, മറ്റൊരു ടീം ഇസ്രായേലിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ അവർ പുറക്കിയെടുക്കുന്നു. ഇപ്പോഴും നമുക്ക് അത്ഭുതം, ഏത് രാഷ്ട്രമാണ് ഇത്രയും നാളായിട്ട് 600-ലധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആരാണ് ഇവർക്ക് ആയുധം നൽകുന്നത്? തുർക്കിയിൽ നിന്ന് ആയുധങ്ങൾ കിട്ടാൻ സാധ്യതയില്ല. കാരണം ഈ പശ്ചിമേഷ്യ എന്ന് പറയുന്നത്, ഞാൻ ഈ വിഷയങ്ങൾ ഇതിന് സ്വാഭാവികമായി ഇതിലേക്ക് കിടക്കാമോ? ഈ പശ്ചിമേഷ്യയുടെ വിഷയം പറയുമ്പോൾ പശ്ചിമേഷ്യ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ അത് ഒരു ഇസ്ലാമിക് ടേം അല്ല. ശരിക്കും പറഞ്ഞാൽ അത് പൊതുവെ നമ്മൾ മനസ്സിലാക്കണം, അതൊരു ജിയോ പൊളിറ്റിക്കൽ ടേം എന്ന് പറയുന്ന പോലെ. സാധാരണഗതിയിൽ ഈ 18-19 നൂറ്റാണ്ടുകൾക്ക് ശേഷം ആണ് ഈ ഒരു പേര് വന്നത്. ഇസ്ലാമിക രാഷ്ട്രങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്ന പേരുകൾ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ അൽ ആലമുൽ അറബി രാഷ്ട്രങ്ങൾ എന്നോ അൽ ആലമുൽ ഇസ്ലാമി എന്ന പേരിലോണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ എന്നാൽ പശ്ചിമേഷ്യ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതിൽ അടങ്ങിയിട്ടുള്ളത് സ്വാഭാവികമായും ഷാം എന്ന് പറയുന്ന സിറിയ, ലബനാൻ, ഫലസ്തീൻ, ഇസ്രയേൽ, ഉർദുൻ, അതുപോലെ ഇറാനും അതിലേക്ക് ചേർത്ത് വെക്കാറുണ്ട്. പിന്നെ അതിലേക്ക് സാധാരണഗതിയിൽ അത് ഏഷ്യൻ രാഷ്ട്രങ്ങളുണ്ട്, അതുപോലെ ആഫ്രിക്കൻ രാഷ്ട്രമായ ഈജിപ്തിനെയും അതിന് ചേർത്ത് വെക്കാറുണ്ട്. ചിലപ്പോൾ പശ്ചിമേഷ്യ എന്ന് ചേർത്ത് പറഞ്ഞ കൂട്ടത്തിൽ തുർക്കിയെയും അതിനകത്ത് പൊതുവെ ഇങ്ങനെ പറഞ്ഞു ഇത് ചെയ്യാറുണ്ട്. പക്ഷെ തുർക്കി നേരെ പശ്ചിമേഷ്യയുടെ ഭാഗമല്ല. പിന്നെ അറബ് രാഷ്ട്രങ്ങളാണ്. ഞാൻ ഈ പറയുന്ന രാഷ്ട്രങ്ങൾ കൂടാതെ അറബ് രാഷ്ട്രങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതിൽ തന്നെയും പ്രവാചകൻ അന്തിമ പോരാട്ടം നടക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് ഷാം, ഫലസ്തീനാണ്. ഷാം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സിറിയ, ജോർദാൻ, അതുപോലെ തന്നെ ലബനാൻ, ഫലസ്തീൻ, അതിപ്പോ ഇപ്പൊ ഇസ്രായേലിന്റെ ഭാഗങ്ങൾ, ഇത്രയും അടങ്ങിയതാണ് ഷാം എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, അവിടെയാണ് യഥാർത്ഥത്തിൽ ലോകാവസാനത്തിന്റെ പോരാട്ടം. അർദുൽ മൻശരി വൽ മഹ്ശർ എന്നാണ് പറയുന്നത്. ജനങ്ങളെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും അവിടെയാണ്. വൽ മഹ്ശർ, വിചാരണ ചെയ്യപ്പെടുന്നതും അവിടെയാണ്. സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്, നമ്മൾ നിഷേധിക്കേണ്ടതില്ല. പിന്നെ നുസൂൽ ഈസ അലൈഹിസ്സലാമിന്റെ ആവിർഭാവത്തെ പറ്റി പറയുമ്പോഴും അതും ദിമസ്കില്, ഷാമിലാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിന്റെ, അതായത് ഒന്നാമത്തെ ഖിബല എന്ന് പറയുന്നത് അന്തിമ പോരാട്ടത്തിന്റെ വേദിയാകും എന്നുള്ളത് നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പശ്ചിമേഷ്യയെ നമ്മൾ പ്രതിപാദിക്കുമ്പോൾ, ലോകത്തെ നമ്മൾ കേവലം ശക്തികളോട് നമ്മൾ വിലയിരുത്തുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ഒരു നടപടിക്രമങ്ങളിൽ പ്രാപഞ്ചികമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വാഗ്ദാനം പൂർത്തീകരിക്കുന്നതിന്
എണ്ണം പ്രശ്നമല്ല, വണ്ണം പ്രശ്നം. അതാണ് വാദിൽ ഇലാഹി എന്ന് പറയുന്നത്. ചിലപ്പോൾ 1,00,000 ആളുകൾക്ക് 100 പേരും ചിലപ്പോൾ മതിയാകാവുന്നതാണ് ചില സന്ദർഭത്തിൽ. അതിനൊരു ഉദാഹരണമാണ് ഖുർആൻ സൂചിപ്പിക്കുന്ന ഗോലിയോത്തിന്റെ സംഭവം. നമ്മൾ വായിക്കുമ്പോൾ അതൊക്കെ ആഴത്തിൽ വായിക്കേണ്ടതല്ല. സൂറത്തുൽ ബഖറയിൽ പറയുന്ന താലൂത്ത് ജാലൂത്ത് സംഭവത്തിൽ, ജാലൂത്ത് എന്ന് പറയുന്നത് പിന്നെ ബൈബിളിലുള്ള ഗോലിയോത്ത് എന്ന് പറയുന്ന ആ പോരാട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ ഒരു ട്രംപിന് സമാനമായ ഒരു വലിയ ഒരു എന്താ പറയാ അന്ന് ലോകത്തെ അടക്കി വാണിരുന്ന ഒരു ഈജിപ്ഷ്യൻ ഒരു പിന്നെ ഫലസ്തീൻ ജനതയെ, ആ പ്രദേശത്തെ മുഴുവൻ ജൂതസമൂഹത്തെയും, ജൂതസമൂഹം എന്ന് സൂചിപ്പിക്കുന്ന അഹ്ലുൽ കിതാബ്, അവരെ മുഴുവൻ പിന്നെ ഒതുക്കിയിരുന്ന ഒരു വലിയ ഭരണാധികാരിയാണ് ഗോലിയോത്ത് എന്ന് പറയുന്നത്. അപ്പൊ അന്ന് അവിടെ വന്ന പ്രവാചകനെ പറ്റി ചരിത്രത്തിൽ പറയുന്നത് യൂഷഅ ഇബ്നു നൂൻ എന്നാണ് പേര് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും ബനീ ഇസ്രായേലിനോട്, ഇസ്ലാമിക ലോകത്തോട് പോരാട്ടത്തിന് ഇറങ്ങാൻ പറയുമ്പോൾ ആദ്യമായി കാര്യമായി ആളുകൾ ഇറങ്ങിയിരുന്നില്ല. അവരതിന് പറഞ്ഞ ന്യായം, പ്രവാചകൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സാധുവാണ്, അതുകൊണ്ട് നല്ലൊരു ഒരു മലിക്കിനെ തന്നാലാണ് ഞങ്ങൾ ഏറ്റുമുട്ടാൻ തയ്യാറാവുകയും ഒരു നല്ല ഭരണാധികാരി. അപ്പോ പ്രവാചകൻ പ്രാർത്ഥിച്ച് അവർക്ക് താലൂത്ത് എന്ന് പറയുന്ന ഭരണാധികാരിയെ കൊടുത്തു. അപ്പോഴും അവർ പറഞ്ഞു ഇതൊന്നും നടക്കൂല, കാരണം അദ്ദേഹത്തിന്റെ വംശം ഞങ്ങളുടെ വംശമായിട്ട് ചേർന്ന് വരുന്നതല്ല, കുലം പോരാ, ബനൂ ഇസ്രായേലിലെ കുലം പോരാ, അന്നാലൊരു മുൽക്കുന്നതാണ്, ഇവനെന്താ അധികാരമാണ്. അപ്പൊ അള്ളാഹു പറഞ്ഞു ബസ്തത്തൻ ഫിൽ ഇൽമി വൽ ജിസ്ം, നിങ്ങൾ കാണുന്നില്ലേ അദ്ദേഹത്തിന് വിവരമുണ്ട്, അദ്ദേഹത്തിന് ശക്തിയുണ്ട്. അപ്പൊ പിന്നീട് ആ സന്ദർഭത്തിൽ വെച്ച് തന്നെ ചില മുഅ്ജിസത്തുകൾ കാണിച്ച് അങ്ങനെയാണ് അവർ പോരാട്ടത്തിന് തയ്യാറാകുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി പോരാട്ടത്തിൽ ഇറങ്ങി വഴിമധ്യേ അതിൽ വലിയൊരു ടീം പിരിഞ്ഞു പോയതായി നമുക്കറിയാം. കാരണം പരീക്ഷണത്തിൽ അവരൊരു നദി മുറിച്ചു കിടക്കുന്നതിന്റെ ഇടയിൽ വെച്ച് അള്ളാഹുവിന്റെ കൽപ്പനകളെ ലംഘിച്ചതിന്റെ പേരിൽ വലിയൊരു ശതമാനം ആളുകൾ പിരിഞ്ഞു പോവുകയും അവസാനം പറയുന്നത് 70-100 ആളുകളിൽ താഴെ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ആളുകളാണ് യുദ്ധത്തിന് തയ്യാറായി മുന്നോട്ട് വന്നത്, താലൂത്തും ടീമിലുണ്ടായിരുന്നത് എന്ന് പറയും. അപ്പൊ ആ സന്ദർഭത്തിൽ ഗോലിയോത്ത് ചരിത്രത്തിൽ, അത് ബനീ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ പറയുന്നുണ്ട്, മല്ല യുദ്ധത്തിന് വിളിക്കുന്നുണ്ട്, മുബാറസക്ക് വിളിക്കുന്നുണ്ട് ഗോലിയോത്ത്. നിങ്ങൾ ആരെങ്കിലും ഞാനുമായി മൽപ്പിടുത്തത്തിന് തയ്യാറുണ്ടെങ്കിൽ വരാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ടും ഇവിടുന്ന് ഒരു അനക്കോൾ, നീ പോ ഞാൻ പോകും പറഞ്ഞിട്ടാ പോണേ. കാരണം ഇവിടെ ഉണ്ടെങ്കിൽ വന്നവർക്ക് ആരും വിജയിക്കുന്ന യാതൊരു പ്രതീക്ഷയില്ലാതെ മാത്രമല്ല, ഗോലിയോത്തുമായി ഒരു മൽപ്പിടുത്തത്തിന് അവർ മാനസികമായി റെഡിയല്ലായിരുന്നു. ഈ 3-4 പ്രാവശ്യം വിളിക്കുമ്പോഴും ഒരു 16 വയസ്സ് എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേൽ ചരിത്രത്തിലുള്ളതാണ്. 20 വയസ്സെന്ന് പറയുന്നുണ്ട്. ദാവൂദ് അലൈഹിസ്സലാമാണ് ചെല്ലുന്നത്. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ വന്നപ്പോ പ്രവാചകൻ തന്നെ അസ്വസ്ഥനായി, 2-3 പ്രാവശ്യം തിരിച്ചുവിട്ടു, നീ അങ്ങ് മാറിയിട്ട് ആരെങ്കിലും കർമ്മന്മാരുണ്ടെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരാളും പ്രതികരിക്കാനുണ്ടായില്ല. അവസാനം ഈ ദാവൂദ് അലൈഹിസ്സലാം തന്നെയാണ് ഈ ഗോദയിലേക്ക് വന്നത്. അപ്പൊ എല്ലാവരും പരാജയം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാൻ, ഒരു കുട്ടി ഇത്രയും വലിയ ഒരു ഗജവീരനെ അല്ലെങ്കിൽ ഒരു കെല്ലനെ എങ്ങനെ നേരിടും? അങ്ങനെ വളരെ വിജയത്തിന്റെ ആരവങ്ങളൊക്കെ കൊണ്ട് വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതോ, ഞാനൊരു പ്രത്യേക കാര്യം പറയാനാണ് ഈ സംഭവം പറയുന്നത്, ഒരു കവണയും ഒരു കല്ലുമാണ്. ഒരു കവണയും കല്ലുമാണ്. ഈ കുട്ടി വളരെ കൃത്യമായി എറിഞ്ഞു, അവന്റെ മൂർധാവിൽ കൊണ്ടു. ദാവൂദ് ജാലൂത്തിനെ വധിച്ചു. ചരിത്രത്തിൽ ഈ യുദ്ധത്തിന്റെ സ്വഭാവം കൊടുത്ത് യുദ്ധത്തിന്റെ തല പോയി കഴിഞ്ഞാൽ പിന്നെ ആരും നിൽക്കാറില്ല. നേതാവ് മരിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പിന്നെ സൈന്യം ചിതറി ഓടുന്നതാണ്. ഇത് ചരിത്രത്തിൽ വലിയ സംഭവമായി പോയി എന്ന് മാത്രമല്ല, ഈ പ്രവാചകൻ ആ സന്ദർഭത്തിൽ വളരെ ദയനീയമായി അവരെ വിളിക്കുന്നുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും വാ, ഈ പോരാട്ടത്തിന് ഒരു മൽപ്പിടുത്തത്തിന് എന്റെ മകളെ വിവാഹം കഴിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ മുസ്ലിം സമുദായത്തിൽ നിന്നും ഒരു ചുണക്കുട്ടി പോലും ഉണ്ടായിരുന്നില്ല ഈ കുട്ടിയല്ലാതെ. പക്ഷെ ആ ഒരു കുട്ടിയിലൂടെ അവിടെ വിജയം നൽകി എന്നാണ്. ഇപ്പൊ ഏറ്റവും അവസാനം ഹമാസിന്റെ അവസാന പോരാട്ടത്തിന് പേര് കൊടുത്തിരിക്കുന്നത് ഹിജാറത്ത് ദാവൂദ് എന്നാണ്. മനസ്സിലായി കാണും, ഹിജാറത്ത്. ലാസ്റ്റ് അറ്റാക്കിന് അവർ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര ഖുർആനികമാണ് ഇവർ എന്ന് നമ്മൾ പഠിക്കണം. എത്ര ഖുർആനികൾ, ദാവൂദിന്റെ കല്ലുകൾ എന്നാണ്. അപ്പൊ ഞാൻ സത്യത്തിൽ ഈ ലാസ്റ്റ് പോരാട്ടത്തിൽ ആ കല്ലുകൾ എറിയുന്നു, കത്തുന്നു, കല്ലുകൾ എറിയുന്നു, കത്തുന്നു. ഇവരുടെ ഒരു പ്രത്യേകത, ഈ അറ്റാക്ക് നടക്കുന്നത് ഇവർക്ക് ഇത്ര കൃത്യമായി റെക്കോർഡ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ
ഒരിക്കലും ഇസ്രായേൽ അത് അംഗീകരിക്കില്ല. കാരണം ലോകത്ത് ഒരു സത്യവും അവർ പുറത്തു വിടൂല. ഇറാൻ യുദ്ധത്തിൽ അവർക്ക് കാര്യങ്ങൾ പിടിവിട്ടപ്പോൾ പിന്നെ കംപ്ലീറ്റ് മീഡിയകളെ അവർ നശിപ്പിച്ചു കളയാണ്, അല്ലെങ്കിൽ അവരോട് നിശബ്ദമാക്കുകയാണ് ചെയ്തത്. യുദ്ധത്തിന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മീഡിയ യുദ്ധം ആരംഭിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ യുദ്ധത്തിന്റെ 10% സത്യമേ എത്ര കൃത്യമായി പറഞ്ഞാലും മീഡിയകളിൽ, അതിപ്പോ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണെങ്കിലും ഒരു 10-20% അത് മീഡിയ വണ്ണാണെങ്കിലും ഇനി മാധ്യമാണെങ്കിലും ഏതെടുത്ത് നോക്കിയാലും ഒരു 10-20% സത്യം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയുന്നത് മീഡിയ യുദ്ധമാണ്. ഒരു ഫിസിക്കലി യുദ്ധത്തെക്കാൾ കൂടുതൽ വ്യക്തത മീഡിയ യുദ്ധമാണ്. രണ്ടാമത്തെ യുദ്ധം എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ യുദ്ധമാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഇറാൻ പിന്നെ ഈ ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേൽ ആവർത്തിച്ച് പറയുന്നുണ്ട് കാംനയെ വധിക്കും എന്നുള്ളത്. അപ്പൊ ഈ കാംനയെ വധിക്കും എന്ന് പറയുമ്പോൾ ഇറാനികൾ ഇളകും, ഇവർ അസ്വസ്ഥരാകും, ഇവരുടെ സ്ട്രാറ്റജി തെറ്റും, അങ്ങനെ ആഭ്യന്തര കലഹമുണ്ടാകും, അങ്ങനെ ഇറാനെ തകർക്കാൻ കഴിയും. കാംനയി എന്ന് പറയുന്നത് അവരുടെ ആത്മീയ നേതാവാണ്, പ്രവാചക ഷിയാക്കളുടെ ഒരു വിശ്വാസം അനുസരിച്ച് പ്രവാചക തലമുറയിൽ വരുന്ന വ്യക്തിയാണ്. പക്ഷെ ഇതും ഇറാനികൾ കണക്ക് കൂട്ടിയത് കൊണ്ട് മരിക്കും, ഒരു രക്തസാക്ഷ്യം ഉണ്ടായാൽ 3 ആളുകൾ അദ്ദേഹം ഖലീഫയാക്കി നിശ്ചയിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ അവസാനം വരുന്നത്. അതും അവർ തയ്യാറാക്കിയിരുന്നു എന്നാണ്. കൊല്ലപ്പെടുന്നവർക്ക് തുടർച്ചയായി ഓരോരുത്തരും ഉണ്ടാകുമെന്നാണ് അവർ കണ്ടിരുന്നത്. ഇപ്പൊ സിൻവാറിനെ വധിച്ചപ്പോൾ ഇസ്രായേൽ വലിയ ആഘോഷം നടത്തി. പക്ഷെ ഓരോ വധങ്ങൾക്ക് ശേഷമാണ് കൂടുതൽ അറ്റാക്കുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ച് പറയുകയല്ല, പറഞ്ഞു വരുന്നത് ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു അവന്റെ ദീൻ യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കൊടുത്താൻ കാഫിറുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, പിന്നെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ജാഗ്രതയും ശ്രദ്ധയും അവരുടെ പരിശ്രമവും നിരന്തരമായി അത് ഊതിക്കെടുത്തുക എന്നുള്ള യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. അതായത് ഖുർആൻ ഉപയോഗിച്ച വളരെ വല്ലാത്തൊരു വാക്കാണ്. അവരുടെ എന്താ പറയണേ, വായ കൊണ്ട് ഊതിക്കെടുത്താൻ. അതിനൊരു തമാശയായിട്ട് അള്ളാഹ് പറയണേ, അള്ളാന്റെ പ്രകാശം ഊതിക്കെടുത്താൻ അള്ളാഹുവിന്റെ സൃഷ്ടികൾ അവരുടെ വായ ഉപയോഗിക്കുന്നു. എത്ര വിഡ്ഢികളാണ് അവർ. വല്ലാഹു മുതിമ്മു നൂരിഹി. ഇത് പ്രപഞ്ചത്തിൽ ഈ പ്രകാശം വ്യാപിപ്പിക്കുക എന്ന് പറയുന്നത് സത്യവിശ്വാസികളുടെ പണിയല്ല. സത്യവിശ്വാസികൾ അതിന്റെ ഭാഗമാകാനേ അവർക്ക് പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദൽ അംറ. മക്കത്ത് വെച്ച് ഏതാണ്ട് രക്തസാക്ഷികൾ ഒന്നൊന്നായി ഇങ്ങനെ രക്തസാക്ഷികളാകുന്നത് പോലെ ഉണ്ടായിത്തീരുന്ന ഒരു അവസ്ഥ. അമ്മാർ, യാസിർ റളിയല്ലാഹു അൻഹും ജമീഅൻ. മാത്രമല്ല അവർ വല്ലാതെ കൊടിയ പീഡനങ്ങൾ വന്നപ്പോൾ റസൂൽ അവരോട് പറഞ്ഞ ആശ്വാസത്തിന്റെ വാക്കുകളുടെ കൂട്ടത്തിൽ പറഞ്ഞ ഒരു വാക്ക്, വലയുതിമ്മന്നല്ലാഹു ഹാദൽ അംറ. അല്ലാഹ് ഈ കാര്യം പൂർത്തിയാക്കുക തന്നെ ചെയ്യും, അള്ളാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്നാണ്. അപ്പൊ ആ പൂർത്തീകരണത്തിന്റെ പാതയാണ് ലോകത്ത് മിഡിൽ ഈസ്റ്റിൽ പൊതുവായി ഷാം ഫലസ്തീൻ പ്രദേശത്തും നമ്മൾ കണ്ടുവരുന്നത്. അതിന്റെ ലക്ഷണങ്ങളും നമ്മൾ കാണുകയാണ്. ഏതാണ്ട് സാധാരണ ഞാൻ ഇതിൽ 2 സംഗതിയാണ് നേരത്തെ ഖിറാഅത്തിൽ ഓതി വെച്ച വചനങ്ങളുടെ അതിന് ശേഷമുള്ള വചനം എന്ന് പറയുന്നത്. ഇസ്രായേലിന്റെ ചരിത്രം എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ ചരിത്രമാണ്. ഏതാണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം മുതൽ നമ്മൾ നോക്കിയാൽ 4000-ലധികം വർഷങ്ങളുടെ ചരിത്രം. അത് തന്നെ അദ്ദേഹത്തിന്റെ മകൻ ഇസ്ഹാഖിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് ഒരു 3-4 പിന്നെ സഹസ്രാബ്ദങ്ങളുടെ ചരിത്രങ്ങളിൽ 2 പ്രാവശ്യമാണ് ഇവർക്ക് പൂർണ്ണ അധികാരം കിട്ടിയിട്ടുള്ളത്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഈ ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ സോളമന്റെ കാലത്ത് കിട്ടിയ അധികാരമാണ്. മകൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ അധികാരം സമ്പൂർണമായ തോതിലുണ്ട്. അത് ഖുർആൻ പറയുന്നത് കൊണ്ട് നമുക്ക് സംശയിക്കേണ്ട കാര്യമാണ്. അത് ഏതാണ്ട് 1 നൂറ്റാണ്ട് നിന്നു എന്നാണ് പറയുന്നത്. അതിനു മുമ്പൊക്കെ അധികാരമുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ എപ്പോഴും അധികാരത്തോട് എത്തി നിൽക്കുകയാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, എപ്പോഴും എന്താണ് സമുദായത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധികാര ശക്തികളോട് ഒട്ടിയിരിക്കാന്ന് പറയും. ഇത് ബനി ഇസ്രായേലിന്റെ ഒരു പ്രകൃതമാണ്. ഇവിടെ നോക്കിയാലും എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും, ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ബന്ധമൊന്നുമില്ല, ഞങ്ങൾക്ക് മതമായിട്ടാണ് ബന്ധം. ഖുർആനാണെങ്കിൽ ഈ വിഷയത്തെ തികഞ്ഞ മതത്തോട് ചേർത്താണ് പറയുന്നത്. ഇത് നിങ്ങൾ ഒരു ജിയോ പൊളിറ്റിക്സ് അല്ല. അങ്ങനെ നിങ്ങൾ കണ്ടാൽ അള്ളാഹു നിങ്ങളെ വെറുതെ വിടൂല. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി കണ്ടാൽ അള്ളാഹു നിങ്ങളെ വെറുതെ വിടുകയില്ല. അതുകൊണ്ടാണ് ഖുർആൻ സൂറത്ത് ഇസ്രായേൽ
ഹിജ്റക്ക് മുമ്പായി പ്രവാചകനെ പഠിപ്പിക്കുകയാണ്. ഇസ്രായേൽ ജനതയുടെ ചരിത്രം വെച്ചുകൊണ്ട് പ്രവാചകനെ ഇസ്രായേൽ നയിക്കുകയാണ്. റസൂലേ, താങ്കൾ ഈ കാണുന്നതല്ല ലോകം. അതുകൊണ്ട് സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലഹു. ഇതിലൊരു പ്രത്യേകത വെച്ചാൽ ഈ മസ്ജിദുൽ അഖ്സക്ക് രണ്ട് പ്രത്യേകതയുണ്ട്. ഒന്ന്, ഇസ്രാ അവസാനിച്ചിരിക്കുന്നതും മസ്ജിദുൽ അഖ്സയാണ്, മിഅ്റാജ് ആരംഭിച്ചിരിക്കുന്നതും മസ്ജിദുൽ അഖ്സയാണ്. അപ്പൊ ഇസ്രാഇന്റെ സമാപനവും മിഅ്റാജിന്റെ ആരംഭവും എവിടുന്നാണ് കുറിക്കുന്നത്? മസ്ജിദുൽ അഖ്സയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രവാചകന്മാരുടെയും നേതാവായി അവിടെ നിന്നാണ് നമസ്കരിക്കുന്നത്. ഇതൊക്കെ വെറുതെ പ്രതീകമായിട്ട് കാണിക്കുന്നതാണോ? ഇത് നമ്മൾ തള്ളിക്കളയുന്നത് സുബ്ഹാനല്ലാഹ്. എത്ര അത്യുന്നതനാണ്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി എന്ന് പറഞ്ഞിട്ട് പറയാം ബാറക്നാ ഹൗലഹു. അതിന്റെ ചുറ്റും ഫലസ്തീനും ഷാമും ഞാൻ പരിശുദ്ധപ്പെടുത്തിയ പ്രദേശമാണ്. എന്തിനു വേണ്ടി? ലിനുരിയഹു മിൻ ആയാതിനാ. ഈ പ്രവാചകൻ എന്ന് പറഞ്ഞ ഈ സമുദായത്തിന്, മുസ്ലിം സമുദായത്തിന് യഖീൻ ഉണ്ടാകണം, ഞാൻ എന്താണ് ഈ പ്രപഞ്ചത്തിൽ നടപ്പാക്കാൻ പോകുന്നത്, എന്റെ ദീൻ എങ്ങനെയാണ്. റസൂലിനെ ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നബിയിൽ കണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാന്നല്ല. ഈ കണ്ട കാഴ്ചകൾ മുഴുവൻ ഈ സമുദായത്തോട് പറഞ്ഞു കൊടുക്കുകയും ലോകത്തനുസരിച്ച് അള്ളാഹുവിന്റെ ദീൻ പ്രൊമോട്ട് ചെയ്യാൻ അവർക്ക് കഴിയണം. എന്നിട്ട് വീണ്ടും പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ട് എന്നിട്ട് പ്രവാചകരെ, ഇസ്രായേൽ ജനതയുടെ എന്നുള്ള നിങ്ങളുടെ മുൻഗാമികളായ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ നിങ്ങൾ പഠിക്കണം, അതിൽ നിന്ന് പാഠം പഠിക്കണം. അവർ ചരിത്രത്തിൽ അവർ ചെയ്യുന്നതോ ഇനി ചെയ്യാൻ പോകുന്നതോ ആയ രണ്ട് ദുരന്തങ്ങളെ പറ്റി മുന്നറിയിപ്പ് കൊടുക്കുകയും ചരിത്രത്തിൽ ഒന്ന് സംഭവിച്ചതിനെ സംബന്ധിച്ച് അതിൽ നിന്ന് പാഠം പഠിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി പറയാണ്. ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് ഞാനിതാ തീരുമാനം എടുത്തിട്ടുണ്ട്. അവർ ഈ ഭൂമിയിൽ രണ്ട് ഫസാദ് അവർ നടത്തുന്നു എന്ന് പറയുന്നത് അവരുടെ ഹോബിയാണ്. രണ്ടാമത് പിന്നീട് അല്ലാഹു പറയുന്നു, അങ്ങനെ ചരിത്രത്തിൽ വളരെ ശക്തമായ മറ്റൊരു ജനതയെ കൊണ്ട് അള്ളാഹു അവരെ പാഠം പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് ചരിത്രത്തിൽ പറയുന്നത് അന്നവരുടെ രാഷ്ട്രവും അവരുടെ സോളമൻ ടെമ്പിൾ എന്ന് അവകാശപ്പെടുന്ന, അതിനൊക്കെ ഒരുപാട് ചരിത്രമുണ്ട്. എന്തായാലും അവരുടേതായ ആരാധനാ കേന്ദ്രവും സോളമൻ ടെമ്പിൾ അടക്കം അതിപ്പോൾ കാണുന്ന മസ്ജിദുൽ അഖ്സയിലാണ് എന്നുള്ളതിന് യാതൊരു തെളിവും ഇന്നേ വരെ അവർക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ സംഘികൾ ചെയ്യുന്നത് പോലെ ആ സെയിം പരിപാടി അവർ ചെയ്യുന്നത്. അവരിങ്ങനെ കുഴിച്ചുകൊണ്ടേയിരിക്കുവേ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ പേരുള്ള ആരാധനാലയത്തിന്റെ എന്തെങ്കിലും ഒരു അംശമുണ്ടോ എന്നറിയാൻ വേണ്ടി മസ്ജിദുൽ അഖ്സയുടെ 4 ഭാഗവും അവർ കുഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തുരങ്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചരിത്രത്തിൽ പറയുന്നു അത് അതുമായി ചേർന്ന് നിൽക്കുന്നതല്ല, അതൊരു മറ്റൊരു ഭാഗത്താണ്. അങ്ങനെ ഒരു ടെമ്പിൾ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ട് എന്ന് തൗറാത്തിൽ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ തകർത്ത് തരിപ്പണമാക്കി ആദ്യത്തെ അവർ ചെയ്ത ഫസാദിൽ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള നടപടിക്രമം വീണ്ടും അവർക്ക് നൽകിയതായി ചരിത്രത്തിൽ പറയുന്നു. രണ്ടാമതൊരു അറ്റാക്ക് ഉണ്ടാകും എന്ന് വീണ്ടും അള്ളാഹു പറയുകയാണ്. ഈ വഅദുൽ ആഖിറത്തിനെ സംബന്ധിച്ച് പറയുന്നത് എപ്പോഴും ഇവർ ചരിത്രത്തിൽ അധികാരം കിട്ടുന്നുവോ അന്നായിരിക്കും ഇവർ ഏറ്റവും ക്രൂരന്മാരും അക്രമികളുമായി മാറുന്നത് എന്നാണ്. ആദ്യ പ്രാവശ്യം പ്രവാചകന്മാരെ വധിച്ചത് മുതൽ ആ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കിയ ചരിത്രം നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ ഏതാണ്ട് 80 വർഷം 1948 മുതൽ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 70-80 വർഷത്തോളമായി ഈ ഭൂമിയിൽ എന്തൊക്കെ തിന്മകളുണ്ടോ, നിങ്ങൾ എന്തെല്ലാം തിന്മ എടുത്തുണ്ടോ അതിന്റെ ഒരു അംശം ജൂതനുണ്ട് എന്നാണ്. ലോകത്ത് എന്തെല്ലാം വ്യാവസായിക രംഗത്ത് അതിന്റെ പിന്നിൽ എന്തെല്ലാം കുബുദ്ധി അവർ വർക്ക് ചെയ്യുന്നുണ്ടോ, ആയുധ വ്യാപാരമാകട്ടെ, വ്യഭിചാര മേഖലയാകട്ടെ, പലിശയുടെ കേന്ദ്രമാകട്ടെ, ചൂതാട്ടവുമായി ബന്ധപ്പെട്ട സംഗതിയാകട്ടെ, ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളുടെയും തലയിൽ ഇത്തിക്കണ്ണി പോലെ ഇവരുടെ ശക്തമായ ഒരു ഫോഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ചിന്ത തന്നെ അങ്ങനെയാണ്. ഈ നെഗറ്റീവ് എനർജി മൊത്തം അവർ ലോകത്ത് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പറയുന്നു ഫഇദാ ജാഅ വഅദുൽ ആഖിറതി, അതിന്റെ സമാപന വേള വന്നാൽ, ഏതാണ്ട് ആദ്യത്തെ ഇവരുടെ രാഷ്ട്രം 100 വർഷമാണ്. അതുകൊണ്ടാണ് ഈ 100 വർഷത്തിന്റെ ചരിത്രം പറയുന്നത്. അതിന്റെ ഒരു അന്ത്യമെത്തിയാൽ
അള്ളാഹു വീണ്ടും അതിശക്തരായ അവന്റെ അടിമകളെ അയക്കും എന്ന് പറയുകയാണ്. എന്നിട്ട് അള്ളാഹ് പറയാൻ, ആദ്യം തന്നെ ലോകത്തിന്റെ മുമ്പിലുള്ള അവരുടെ എല്ലാ പൊയ്മുഖങ്ങളും തകർത്ത് കളയും. ഇപ്പൊ ഈ നടന്ന അറ്റാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഒക്ടോബർ 7 സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഇന്റലിജൻസ്, ഏറ്റവും ശക്തമായ മീഡിയ, ഏറ്റവും ശക്തമായ അതിർത്തി ഫോഴ്സ്, ഗസ മുഴുവൻ ഇവരുടെ ചാര ശൃംഖല, ഗസയുടെ ഓരോ പോയിന്റിലും ഇവർ പ്രത്യേകമായ ക്യാമറകൾ വെച്ചിട്ടുണ്ടെന്നാണ്. പക്ഷെ ഈ ചുണക്കുട്ടികളുടെ അറ്റാക്കിന്റെ മുന്നിൽ ഒന്നുകിൽ ഇവർ എന്താണ് സംഭവിച്ചത് എന്ന് ഇന്നും അവർക്ക് പിടിയില്ല. 650ഓളം സൈനികരെ നേർക്കുനേരെ വധിക്കുകയോ അതിൽ കുറെ ആളുകളെ പിടിക്കുകയോ ചെയ്തു. ഈ കുട്ടികൾ ശ്രദ്ധിച്ചറിയാം, അന്ന് ഇവരെ എലികളെ കൊണ്ടുപോകുന്നത് പോലെ, പൂച്ചകളെ പിടിച്ചു പൊക്കുന്നത് പോലെയാണ് ഒരു ഫലസ്തീൻ യുവാവ് 2-3 എണ്ണത്തിന് പൊക്കി എറിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ആ കൊണ്ടുപോകുന്ന രത്നം ശ്രദ്ധിച്ചറിയാം. അതിന്റെ ധിക്കാരമാണ് ഇപ്പോൾ 75,000-ഓളം മക്കളെ വധിച്ചുകൊണ്ട് പ്രതികാരം. അത് തീരുകയില്ല. രണ്ടാമത്തെ സംഗതി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇറാന്റെ ആക്രമണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്രയേലിലെ പെന്റഗൺ എന്നറിയപ്പെടുന്ന ഉയർന്ന കെട്ടിടവും സൈനിക കേന്ദ്രം, ഇവരുടെ അതിനപ്പുറമുള്ള ഇവരുടെ എല്ലാ അർത്ഥത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, അതിന്റെ കേന്ദ്രങ്ങൾ അടക്കം ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുടെ മുഖം തന്നെയാണ് തകർത്ത് കളയുന്ന അറ്റാക്കാണ് ഉണ്ടാകുന്നത്. ഖുർആൻ പറയുന്നില്ല, അവരുടെ പൊയ്മുഖം നാം തകർത്ത് കളയും. വീണ്ടും പറയുന്ന പോലെ മസ്ജിദ. അങ്ങനെ ആ പോരാട്ടത്തിൽ ഇസ്ലാമിക ലോകം വിജയിക്കുകയും അവർക്ക് നഷ്ടപ്പെട്ട ആ പള്ളി മസ്ജിദുൽ അഖ്സ പിടിക്കുകയും അങ്ങനെ അതിൽ അവർ നമസ്കരിക്കുകയും ചെയ്യും എന്ന് ഖുർആൻ വളരെ കൃത്യമായ ഒരു സന്ദേശം നമ്മോട് പറയുകയാണ്. കമാ ദഖലൂഹു അവ്വല മറ. ഇതിന്റെ മുൻ സമയത്തുള്ള പോരാട്ടങ്ങളിലൂടെ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണെങ്കിലും അതിനു മുമ്പാണെങ്കിലും പ്രവാചകന്മാരുടെ കാലത്താണെങ്കിലും അന്ന് അവർ നമസ്കരിച്ചതുപോലെ തിരിച്ച് അവർക്ക് ഈ മസ്ജിദ് ലഭിക്കും എന്ന് മാത്രമല്ല, അവർ കെട്ടിപ്പൊക്കിയ എല്ലാ രാജകീയമായ സൗകര്യങ്ങളും അവരുടെ ധിക്കാരത്തിന്റെ മുഴുവൻ പ്രതീകങ്ങളും തച്ച് തകർക്കുന്ന ഒരു അന്തിമമായ പോരാട്ടം ഉണ്ടാകും എന്ന് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ഈ വചനത്തെ സംബന്ധിച്ച് സൂറത്തുൽ ഇസ്രാഇന്റെ ഈ 7ാമത്തെ വചനത്തെ സംബന്ധിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാരിൽ ആധുനികരായ അതിൽ പ്രഗത്ഭനായ ഡോക്ടർ താരിഖ് സുവൈദാനെ പോലുള്ള ആളുകൾ വളരെ കൃത്യമായി പറയുന്നു, ഈ ചരിത്രം അവസാനിച്ചിട്ടില്ല. ഇത് അവസാനിച്ച കഴിഞ്ഞ ഒരു ചരിത്രത്തിന്റെ വചനങ്ങളല്ല, ലോകാവസാനത്തിന് മുമ്പ് സംഭവിച്ചേ പറ്റൂ എന്ന് മാത്രമല്ല ഹദീസിൽ വളരെ കൃത്യമായി പറയുന്നതാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ സമയക്കുറവുകൊണ്ട് കടക്കുന്നില്ല. എന്തായാലും ഭൂമി അതിന്റെ അന്തിമമായ അവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് ഒരു ഖിലാഫത്ത് ഉണ്ടാകും. നുസൂൽ ഈസ അലൈഹിസ്സലാമിന്റെ ആവിർഭാവം ഉണ്ടാകും. മഹ്ദി എന്നൊരു സങ്കല്പത്തെ പറ്റി പറയുന്നുണ്ട്. അതിനപ്പുറം അത് തന്നെയും നുസൂൽ ഈസ എന്ന് പറഞ്ഞ ഖുബ്ബത്തുൽ ബൈദാ എന്ന് പറയുന്ന ഷാമിലായിരിക്കും അദ്ദേഹം ഉണ്ടാകുക എന്നും പറയുന്നുണ്ട്. 40 വർഷത്തോളമായിരിക്കും ആ കാലഘട്ടത്തിൽ ഉണ്ടാകുക എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ്, ഏതാണ് എന്ന് അതിന്റെ അടയാളങ്ങളിലൂടെ പോയി മാത്രം നിൽക്കുക എന്നതിനപ്പുറം പ്രതീക്ഷയുടെ ഒരു ലോകമാണ് ഇസ്ലാമിക ലോകത്തെ പഠിപ്പിക്കുന്നത്. അതിന്റെ മാറ്റങ്ങൾ ഇപ്പോൾ ഈ അവസാനം ഇറാനിന്റെ ആക്രമണവും അതിനു മുമ്പ് ഗസയുടെ കുട്ടികളുടെ ആക്രമണത്തിനു ശേഷം അറബ് ലോകത്ത് അതിശക്തമായിട്ട് നിലനിൽക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, ലോകത്ത് 3 ശക്തികളാണ് ഇപ്പൊ അമേരിക്കയും ഇസ്രായേലിനെ പരാജയപ്പെടുത്തിയത്. ഹൂത്തികൾ എന്ന് പറയുന്ന യമനിലെ ഒരു ടീം പരാജയപ്പെടുത്തി എന്ന് മാത്രമല്ല, ട്രംപ് നേർക്കുനേരെ പോയി അവരുമായി കരാർ ചെയ്ത് ഇനി ഞങ്ങളുടെ കപ്പലുകൾ നിങ്ങൾ ആക്രമിക്കരുത്. ഈ ഹൂത്തികൾ ആരാ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. യഹ്യ സരിയ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പ്രഭാഷണം നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകും. ഒരു താല്പര്യങ്ങളുമില്ലാതെ അവർ പറയും എന്താ അവരുടെ കയ്യിലുള്ള നേരെ ചൊവ്വിയ ഒരു ഭരണം, നേരെ ചൊവ്വിയ ഒരു ഭക്ഷണം പോലും ഇട്ട ദാരിദ്ര്യത്തിന്റെ മേഖലയിൽ നിൽക്കുന്ന ഒരു നാടാണ്. പക്ഷെ അവർക്ക് അല്ലാഹു കൊടുത്ത ഈമാനും അവരുടെ കരുത്തും കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ശക്തി അവരുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തുകയാണ്. ഇറാന്റെ സംഭവമുണ്ട്. ഇപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഒരു മാസത്തിനുള്ളിൽ ഇസ്രായേൽ പറയും ഗസയുമായി അല്ലെങ്കിൽ ഫലസ്തീനുമായി ഒരു കരാറിലേക്ക് പോകേണ്ടതായ ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഇത് തീർച്ചയായും നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സവിശേഷമായ സന്ദർഭത്തിൽ
സത്യവിശ്വാസികളുടെ മനസ്സും ശരീരവും ഒന്നാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നു. അതിൽ ഒരാളുടെ ശരീരത്തിന് വേദന ഉണ്ടായാൽ എല്ലാവരും വേദനിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ ആലങ്കാരികമായി എടുക്കുക. അത് ശാരീരികമായ വേദനയല്ല. ലോകത്തിന്റെ ഏത് ഭാഗത്തും ഈ വേദന അനുഭവിച്ചാൽ ഇന്നും നമ്മുടെ ഇടയിൽ പറയുന്നത് ഷിയാക്കളാണോ സുന്നികളാണോ? ഷിയാക്കളാണെങ്കിൽ നമുക്ക് ആരുടെ കൂടെ നിൽക്കണം, അതിന് ഫത്വ അന്വേഷിച്ച് പോകുന്ന ഒരു സമുദായത്തിന്റെ പശ്ചാത്തലം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ഈ സന്ദർഭത്തിൽ വളരെ ഉയർന്നു നിന്നുകൊണ്ട് ഇസ്ലാമിക ലോകത്ത് തീർച്ചയായും പ്രതീക്ഷയുടെ ഈ ഹിജ്റയുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടി നമ്മൾ വായിക്കുമ്പോൾ വലിയൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതുപോലെ ഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. നമ്മുടെ ഈ ക്ലാസ് ഒരുപക്ഷെ 1447 ആണ്ടിലെ മുഹറം 1 തന്നെ ആയി എന്നുള്ളത് ഒരുപക്ഷെ യാദൃശ്ചികമായി നമ്മൾ കാണേണ്ടതില്ല. ഇതും ഒരു തീരുമാനമായിരിക്കാം. നമ്മൾ ഉറപ്പിച്ച് തീർച്ചയായും അള്ളാഹുവിന്റെ റസൂലിന് ഇങ്ങനെ ഒരു പ്രാർത്ഥന പറയാൻ അള്ളാഹു ജിബ്രീൽ പഠിപ്പിക്കുന്നു. അള്ളാഹു പഠിപ്പിക്കുന്നതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. അള്ളാഹുവേ, ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഘട്ടം കഴിഞ്ഞു എന്ന് പറയുന്നു, ഇനി എനിക്ക് അധികാരം നൽകണം. ആരായി പറയും? സുൽത്താനൻ നസീറ. എല്ലാവരും പറയുന്നു സഹായിയായ ഒരു അധികാരം ഉണ്ടാകണം. അത് പള്ളിയല്ല, മദീനത്ത് പോയി വലിയ പള്ളി ഉണ്ടാകാനല്ല പറഞ്ഞത്, അധികാരം നൽകണം. സുൽത്താനൻ നസീറ. അത് പ്രാർത്ഥിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. മഹാനായ ഇബ്നു കസീറൊക്കെ വളരെ കൃത്യമായി അതിന് അങ്ങനെ തന്നെയാണ് വിലയിരുത്തിയിട്ടുള്ളത്. ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ ദുർഘടമായ ഇത്തരം പോരാട്ടങ്ങളെയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വിജയങ്ങൾ, അതിൽ 3 പോരാട്ടങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കണം. അതിന്റെ വിശദാംശങ്ങൾ പറയാൻ സമയമില്ല. ബദറിന് ശേഷം, പ്രവാചക കാലഘട്ടത്തിന് ശേഷം ഇസ്ലാമിന്റെ ചരിത്രം മാറ്റിയ, മാനുഷ്യകത്തിന്റെ ചരിത്രം മാറ്റിയ 3 പോരാട്ടങ്ങളുണ്ട്. ഒന്ന് സൽജൂക്കികളുടെ കാലത്ത് നടന്ന മലാദ്കർ എന്ന പോരാട്ടം, അത് ആദ്യത്തേത്. രണ്ടാമത് സലാഹുദ്ദീൻ അയ്യൂബി ഖുദ്സ് തിരിച്ചു പിടിച്ച ഹിത്തീൻ എന്ന് പറയുന്ന പോരാട്ടം. മൂന്നാമത്തെ പോരാട്ടം എന്ന് പറയുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ ഐൻ ജാലൂത്ത് എന്ന് പറയുന്ന ഈജിപ്തിന്റെ ഭരണാധികാരി സൈഫുദ്ദീൻ ഖുദ്സ് മംഗോളിയരെ പരാജയപ്പെടുത്തിയ, താർത്താരികളെ പരാജയപ്പെടുത്തിയ. ആരാ താർത്താരികൾ? 15 ലക്ഷം മനുഷ്യരെ ബാഗ്ദാദിന്റെ തെരുവോരങ്ങളിൽ കൊന്നൊടുക്കി എന്ന് മാത്രമല്ല, ടൈഗ്രീസ് നദി രക്തം കൊണ്ടൊഴുകി എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കൊന്നുകൊന്ന് അവസാനം മുഅ്തസിം ബില്ലാഹ് എന്ന് പറയുന്ന അവസാനത്തെ അബ്ബാസി ഖലീഫയെയും കുടുംബത്തെയും വലിച്ചു വെച്ച് പുറത്തു കൊണ്ടു വെച്ച് മക്കളെയും ആ ഖലീഫയെയും കൊന്നൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു, 15 ലക്ഷം മനുഷ്യരെയാണ് കൊന്നത്. അപ്പൊ ആളുകൾ പറഞ്ഞു താർത്താരികൾ പരാജയപ്പെടുക എന്ന് പറഞ്ഞത് സങ്കല്പിക്കാൻ കഴിയില്ല. അവിടെയാണ് ഈജിപ്ത് എന്ന ചെറിയ പ്രദേശത്ത്, അത് തന്നെയും ഐക്യമില്ലാത്ത പ്രദേശത്ത് നിന്നുകൊണ്ട് കുത്തുബുദ്ദീൻ സൈഫുദ്ദീൻ ഖുദ്സ് എന്ന് പറയുന്ന അടിമ വംശത്തിൽ നിന്ന് വന്ന ഒരു ഭരണാധികാരി വിപ്ലവകരമായ ഒരു പോരാട്ടത്തിൽ അവരെ പരാജയപ്പെടുത്തി എന്ന് മാത്രമല്ല, മുഴുവൻ സൈനികരെ, ലക്ഷക്കണക്കിന് വരുന്ന കുത്തുബ എന്ന് പറയുന്ന അവരുടെ ഒരു നേതാവടക്കം മുഴുവൻ സൈനികരെയും കൊന്നൊടുക്കിയ വളരെ വിപ്ലവകരമായ പോരാട്ടം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഇത്തരം പോരാട്ടങ്ങളെല്ലാം നമുക്ക് ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളുകയും പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം ജീവിക്കുന്ന പശ്ചാത്തലത്തെ ആഴത്തിൽ വിലയിരുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവുമായി ആത്മബന്ധം സ്ഥാപിച്ചുകൊണ്ട് തന്നെ ഐക്യത്തോടുകൂടി ഈ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുകയില്ല, പ്രതീക്ഷയോടുകൂടി മുന്നേറാനുള്ളതാണ്. അതിന് നല്ലൊരു നേതൃത്വവും നല്ലൊരു കാഴ്ചപ്പാടും ഉള്ള ഒരവസ്ഥ എന്ന് വരുന്നുവോ അന്ന് ഈ ഉമ്മത്തിന് വിജയമാണ് ഉണ്ടാവുക. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിൽ വിജയം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.